ഇന്ന് നമ്മളെല്ലാവരും കൂടെ ബാരസ് എന്ന മൂവി കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ലിമറിക് ഓഡിയനാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു 3D ഫിലിം ആണല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത്. നേരത്തെ ഒരു 1 വീക്കിന് മുമ്പ് തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ പ്രതീക്ഷിച്ച പോലത്തെ റിവ്യൂസൊന്നും അല്ല കണ്ടത്, എങ്കിലും പിള്ളേർക്കൊരു ആദ്യത്തെ 3D എക്സ്പീരിയൻസ് ആണ് ഈ മൂവി. എൻ്റെ ആദ്യത്തെ 3D മൂവി ഞാൻ കണ്ടത് എൻ്റെ ഓർമ്മയിൽ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. അതുപോലെ തന്നെ പിള്ളേർക്കും ആദ്യത്തെ ഒരു മൂവി ആകുമ്പം കുറച്ച് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ ആകുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ മൂവി നമ്മൾ സെലക്ട് ചെയ്തത്. 3D ഗ്ലാസ്സസൊക്കെ നമ്മൾ അവിടുന്ന് കൗണ്ടറിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തു. ബാക്കിയെല്ലാം ടിക്കറ്റ്സ് എല്ലാം നമ്മൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. Kill dragons. കണ്ണാടിയൊക്കെ വെച്ചിട്ട് വലിയ പ്രശ്നക്കാരൊന്നും അല്ലാതെ നല്ല കുട്ടികളായിട്ട് എല്ലാവരും ഇരിപ്പുണ്ട്. പിള്ളേരൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നമ്മളൊരു കൊച്ചു മനസ്സൊക്കെ ആയിട്ട് പോയാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടി പോയി കഴിഞ്ഞാൽ ഫ്ലോപ്പാണ്. ഞാൻ ഒരുപാടൊന്നും പ്രതീക്ഷയില്ല. റിവ്യൂസ് എല്ലാം നെഗറ്റീവ് കണ്ടതുകൊണ്ട് നമ്മൾ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതാണ് പോയത്. പിന്നെയും ഇത്രയും വർഷങ്ങളായിട്ട് കോക്കോമലൻ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കുട്ടികൾക്ക് നല്ലതാണ്. അവർ എൻജോയ് ചെയ്തു. അവർ ആദ്യം മുതൽ അവസാനം വരെയും അവരത് കണ്ടിരുന്നു. ഇടയ്ക്ക് നോക്കിയപ്പോൾ ആ കണ്ണാടിയുടെ മറവിൽ 2 കണ്ണുകൾ മയങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ സംശയം തെറ്റിയില്ല. ആള് ചെറുതായിട്ട് മയങ്ങുമായിരുന്നു തോന്നി. പിള്ളേരൊന്നും അറിയില്ല. ഒരു ഭൂതത്തിൻ്റെ നിധി കാക്കുന്ന ഒരു ഭൂതത്തിൻ്റെ കഥ പറയുന്ന ഒരു മൂവിയാണ്. അതിൻ്റെ അവകാശിക്ക് താക്കോല് കൊടുക്കുന്നു. ഭൂതം അങ്ങനെ സ്വന്തം കർത്തവ്യം നിറവേറ്റുന്നതായിട്ടുള്ള ഒരു മൂവി മാത്രമാണ്. ഒരു സിമ്പിൾ മൂവിയാണ്. അവസാനം ഒരു സർപ്രൈസ് ഉണ്ട്. പ്രണവ് മോഹൻലാലിനെ കാണാം. അത് അവസാനം വരെ അവർ അങ്ങനെ വെച്ചിട്ട് അവസാനം കാണിച്ചിട്ടുള്ള ഒരു സർപ്രൈസാണ് അത്. ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ പിള്ളേരെയും കൂട്ടി പോയി കാണാൻ പറ്റുന്ന ഒരു 3D മൂവിയാണത്. പിള്ളേർ